എന്താല്ലേ ഇന്നലത്തെ മാച്ച് അഗെയിൻ ഒരു സൂപ്പർ ഓവറിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. കാരണം അത്രയും എക്സൈറ്റ്മെന്റ്, അത്രയും ത്രില്ല് മൊമെന്റ് എല്ലാം കിട്ടിയ ഒരു മാച്ച് ആയിരുന്നു ശരിക്കും. MI വേഴ്സസ് RCB. ഓൾറെഡി ഒരു മാച്ച് CSK വേഴ്സസ് LSG ഗംഭീരായിരുന്നു. അതും ഏകദേശം ഒരു ലാസ്റ്റ് ഓവറിലോട്ട് പോയിട്ട് അറ്റ്ലീസ്റ്റ് 4 ബോൾ ബാക്കി നിൽക്കുകയാണ് കളി ജയിച്ചെങ്കിൽ, ഇത് ലാസ്റ്റ് ബോൾ വരെ മാച്ച് ഉണ്ടായിരുന്നു. സർവം സർവം ഭൂമിമയം അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഭുവനേശ്വർ കുമാർ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തിളങ്ങിയ ഒരു മാച്ച്. അതായത് ബൗളിങ്ങിൽ നമുക്ക് ഓൾറെഡി അറിയാലോ, ഇന്നലെയും തകർത്തു വാരിയായിരുന്നു. പ്രത്യേകിച്ച് 4 ഓവറിൽ 23 റൺസിന് 4 വിക്കറ്റ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വിക്കറ്റുകളും എടുത്തത് ആൾ തന്നെയാണ്. മാച്ച് വിന്നേഴ്സ് ആവാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിന്റെ വിക്കറ്റ്, പ്രത്യേകിച്ച് നമ്മളെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ, അതുപോലെ റിക്കൽട്ടൺ ടൺ കണക്കിന് അടിക്കുന്ന ആളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിലക് വർമ്മ മാച്ച് വിന്നറാണ്. ഈവൻ സൂര്യകുമാർ യാദവ് ഇപ്പൊ ഫോമിലല്ലെങ്കിലും ആളും ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആളുടെ പ്ലേ എന്താണെന്നുള്ളത്. ഈ 4 പേരുടെ വിക്കറ്റ് ഒരാൾ എടുക്കുക, അത് കൂടാണ്ട് മാച്ച് അത്രയും പ്രഷറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് എൻഡിൽ ഒരു വിക്കറ്റ് പോയതിനു ശേഷം, പ്രത്യേകിച്ച് 8ാമത്തെ വിക്കറ്റ് പോയതിനു ശേഷം വന്നിട്ട് ക്രീസിൽ നിൽക്കുമ്പോഴും ആ ഒരു ബോളറിനെ ഡയറക്റ്റ് 6 അടി ജയിക്കൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജയിപ്പിക്കുന്ന രീതിയിലോട്ട് എത്തിച്ച് ആ ഒരു ഷോട്ട്, ഒരു നോക്ക് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഷോട്ട്, ഒറ്റ ഷോട്ടിൽ കളി മൊത്തം മാറി. അവസാനം നമ്മളെ റസീക്ക് അവർ അത്രയും അടുത്തിട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ആ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിൽ ഗംഭീരമായിട്ട് ഓടിയിട്ട് അവർ രണ്ട് റൺസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഒരു ബോളിൽ 2 റൺ, അങ്ങനെയുള്ള ഒരു മാച്ച് ഒന്നും അവിടെ ആ രണ്ടുപേരുടെയും ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്ത രീതി ഭയങ്കര രസമായിരുന്നു. ഇവൻ ബാവ ആണെങ്കിൽ ബോൾ ചെയ്ത സമയത്താണെങ്കിലും ഒരുപാട് വൈഡൊക്കെ കൊടുത്തിട്ട് ഏകദേശം കുറച്ചൊന്ന് സഹായിച്ചു കൊടുത്തു വേണമെന്ന് പറയാം RCBനെ. കാരണം എല്ലാന്നുണ്ടെങ്കിൽ കളി ഒന്ന് ചിലപ്പോൾ MIയുടെ ഭാഗത്തോട്ട് എത്തിയേനെ എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ആ 1-2 ഏകദേശം 3-4 വൈഡ്, ഒരു നോ ബോൾ അങ്ങനെയൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും ആ കളീനെ മൊത്തത്തിൽ മാറ്റി എന്ന് പറയാം. ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും കളി മൊത്തത്തിൽ അവിടെ നിന്നാണ് മാറി എന്ന് പറയാം. ആക്ച്വലി ആ ഒരു വിന്നിംഗ് മൊമെന്റിൽ നമ്മൾ പറയുമ്പോൾ ഭുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറും കൂടിയാണ്. ബാറ്റിംഗിൽ ആ ഒരു ചേസിങ് സമയത്ത്, ബാറ്റേഴ്സ് എല്ലാം ഫെയിൽ ആയ സമയത്ത് ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു പ്രഷറും ഇല്ലാണ്ട് അടിച്ച് വീശി കളിച്ച, ബാറ്റൊക്കെ നല്ല രീതിയിൽ വീശിയിട്ട് എല്ലാം കിട്ടുന്നതൊക്കെ 6ഉം 4ഒക്കെ അടിച്ച് പൊളിയായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു കൃണാൽ പാണ്ഡ്യ. ആൾക്ക് ക്രാമ്പ് വന്നിട്ടുണ്ടായിരുന്നു, വീണ് കിടന്ന്, അതായത് നമ്മൾ പറയില്ലേ ഈ യുദ്ധഭൂമിയിൽ എത്ര വെടിയുണ്ടകൾ കൊണ്ടാലും അല്ലെങ്കിൽ എത്ര അമ്പ് കൊണ്ടാലും ആള് പിന്നെയും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന പറയില്ലേ, അങ്ങനത്തെ ഒരു പ്ലേ ആയിരുന്നു ശരിക്കും ഇന്നലെ കൃണാൽ പാണ്ഡ്യ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അടിക്കുന്നുണ്ടായിരുന്നു, അത് കിട്ടുന്ന ബോളൊക്കെ എങ്ങനെയെങ്കിലും അടിച്ച് ആ ടീമിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് പൊള്ളിയായിട്ട്, അതായത് ആ ഒരു കോൺഫിഡന്റിൽ കളിക്കാൻ അറിയില്ല, അങ്ങനത്തെ ഒരു പ്ലേ ആയിരുന്നു ശരിക്കും ഇന്നത്തെ കൃണാൽ പാണ്ഡ്യയുടെ. 46 ബോളിൽ 73 റൺസ് എടുത്തത്, 4 4ഉം 5 6 ആയിരുന്നു ആളുടെ ഒരു നോക്കിൽ ഉണ്ടായിരുന്നത്. കിടിലൻ കളി. അതായത് ഈ ഒരു മാച്ചിന് ഇങ്ങനെ ജയിപ്പിക്കുന്ന സമയത്ത്, ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കളിക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃണാൽ പാണ്ഡ്യ. ഫസ്റ്റ് ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് 20 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 166 റൺസിലോട്ട് എത്താൻ പറ്റുള്ളൂ. കാരണം തുടക്കത്തിൽ തന്നെ റിക്കൽട്ടൺ ഔട്ടായി നമ്മുടെ ഭുവിയുടെ ബോൾ. അത് കഴിഞ്ഞ് നമ്മുടെ രോഹിത് ശർമ്മ ഒന്ന് വെടിക്കെട്ട് തുടങ്ങി ഒരു സമയം എത്തുമ്പോഴേക്ക് തന്നെ ആൾ അധികം നേരം ആ ഒരു ലോങ് ഇന്നിംഗ്സിലോട്ട് പോകാത്തതുകൊണ്ട് തന്നെ അവിടെ അഗെയിൻ ഒരു ബ്ലോക്ക് വന്നു ശരിക്ക് മുംബൈ ഇന്ത്യൻസിന് ആ ഒരു സ്കോർ അങ്ങോട്ട് നീട്ടാൻ വേണ്ടിയിട്ട്. 10 ബോൾ 22 റൺസാണ് എടുത്തത്, 2 4 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊരു ആ ഒരു ഹിറ്റ്മാന്റെ ആ ഒരു ഷോ കുറച്ചുകൂടി അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയൊരു സ്കോറിലോട്ട് എത്തിയേനെ. പക്ഷെ അവിടെ തടഞ്ഞത് നമ്മളെ ഭുവി തന്നെയാണ്. അത് കഴിഞ്ഞു നമ്മളെ സ്കൈ ക്യാപ്റ്റനും അധികം നേരം നിന്നില്ല.